ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് സോയ ചങ്ക്സ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഈ നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിഷാണിത്. ബീഫിൻ്റെയൊക്കെ പോലെ നമുക്ക് ഏകദേശം ബീഫൊക്കെ കഴിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഈ രീതിയിലൊന്ന് സോയ ചങ്ക്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പം. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് സോയയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്ര വലിയ വലിപ്പമുള്ള സോയ ചങ്ക്സ് ആയിരുന്നില്ല. ഇനി ഇത് നമുക്ക് ഒരു തിളച്ച വെള്ളത്തിലൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മുക്കി വെക്കണം. അപ്പോൾ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച ശേഷം അതിലേക്ക് നമുക്ക് ഈ സോയ ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം നമ്മൾ സോയ ഇട്ട ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ തിളച്ച വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, ഇത് നല്ലതുപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് ഈ സോയ എല്ലാം എടുത്ത് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് ചൂടാറി വരുമ്പം അതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് 2-3 തവണ ഒന്ന് കഴുകിയെടുക്കാം. 1-2 തവണ കഴുകിയാൽ മതി. അതിനുശേഷം ഈ രീതിയിൽ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. അതിലെ മാക്സിമം വെള്ളം മുഴുവനും നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയണം. ഈ രീതിയിൽ ഇങ്ങനെ എടുത്തു കഴിയുമ്പം ആ സോയയ്ക്ക് ഒരു പ്രത്യേക തരം ഒരു ചൊവയും മണമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നല്ല വലിപ്പമുള്ളതൊക്കെ നമുക്കിതുപോലെ ഒന്ന് 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോയ ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് 2 സവോള, മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവോളയൊന്ന് വഴറ്റിയെടുക്കാം. സവോളയൊന്ന് ചെറുതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് 2 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണിത്. പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്നു വരുമ്പം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത ഒരു തക്കാളി ഇതുപോലെ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരണം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ കുറവുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ പോരാ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തവി തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നതിനായിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ 1 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞു. ഈ അരപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. സോയ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ആ ഉള്ളിയൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് തന്നെ ഇടേണ്ടിയിരുന്നു, വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 തവി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. സോയയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ആ തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ച സമയത്ത് തന്നെ സോയയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ചേർത്ത മസാലയൊക്കെ സോയയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇതുപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. പിന്നെ സോയയിലൊക്കെ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒത്തിരി മുളക് പൊടി ചേർക്കരുത്. പെട്ടെന്ന് സോയയിൽ എരി പിടിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് ബീഫൊക്കെ ചെയ്യുന്നത് പോലെ നന്നായിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് വരട്ടിയെടുക്കാം. നന്നായിട്ട് ഉണക്കിയെടുക്കണം എന്നുള്ളൊരു കൂടുതൽ സമയം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തക്കാളി സോസാണ്. ഈ രീതിയിൽ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് സോയ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ സോസ് ചേർത്ത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സോസും കൂടെ ചേർത്ത ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. നല്ലതുപോലെ ഉണങ്ങി വരണം എന്നുള്ളവർക്ക് കുറച്ച് സമയം കൂടി വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാനായിട്ട് സൂപ്പറാണ്. നിങ്ങളിത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്